3 മാസം. فعدة حرة لم تحل وعدة حرة لم تحل ലം തഹിൽ പ്രസവിച്ചണോ ഇല്ല എന്നുള്ളതൊന്നും ഇവിടെ തെളിവല്ല. രക്തം ഉണ്ടോ ഇല്ല എന്ന. ഇതിനു മുമ്പ് പല പ്രാവശ്യം പ്രസവിച്ചിരുന്നു. അതിവിടെ നോക്കോ, അവിടെ ചെറുവാനി ശരിയാക്കി 236 ചെറുവാനി എല്ലാം ലാം തഹിലിന്റെ ഷറഹ് ഇതിന്റെ അവസാനം ഇബാറത്തുൽ മുഗ്നി വറൗ വൈൻ വലകത്ത് لصغرها أو لعلة أو جبلة അല്ലെങ്കിൽ പ്രകൃതി കൊണ്ട് മനഅത്ഹ ആ പ്രകൃതി അവിടെ തടഞ്ഞു റുയത്തദ്ദമി അസുര ഔ വലദത്ത് ഫലം തറദമ ഔ യൈസത് മിനൽ ഹൈദ് വാദാൻ റാതു. ഇത് വേറെ ക്വാളിറ്റിയാണ്. ഇത് പ്രായം അധികരിച്ചത് കൊണ്ട് നിലച്ചതാണ്. മറ്റേത് വരാൻ തുടങ്ങാത്തത് തൊട്ടാണ്. ബിസലാസത്തി അശ്വിനി 3 മാസം കൊണ്ടാണ് ഹിലാല നോക്കല്. പൂർണ്ണമായി കിട്ടുന്നത് ഹിലാൽ എടുക്കാം. അങ്ങനെ കിട്ടുന്നില്ലേ 90 ദിവസം കണക്കാക്കാം. പൂർണ്ണമായി കിട്ടുമെങ്കിൽ അത് പൂർണ്ണം തന്നെ എടുക്കണം. 29 29, പിന്നെ അത് 30 ആക്കാൻ പാടില്ല. അതങ്ങനെ തന്നെ എടുക്കാം. ലിൽ ആയത്തിൻ ഖുർആനായത്ത് അല്ലാത്തി യഇസ്ന മിനൽ മഹീദ് മിൻ നിസാഇക്കും ഇൻ ഇർതബ്തും ഫഇദ്ദതുഹുന്ന 3 അശ്ഹുരിൻ واللائي لم يحلن واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن 3 أشهر واللائي لم يحلن. സൂറത്തു തലാഖിലെ 4-ാമത്തെ ആയത്ത് അതാണ്. അതാ 3 ഇലാല് കൊണ്ട് 3 എന്ന് പറയുന്നത് ഈ ഇന്തബഖൽ ഫിറാഖു തലാഖ് ഒത്തു വന്നാലാണ് ഷഹറിന്റെ ഇബ്തിദായിനോട്. ഷഹറിന്റെ സ്റ്റാർട്ടിങ്ങും തലാഖിന്റെ അത് ഒറ്റ സമയത്താണെങ്കിലേ അങ്ങനെ കിട്ടുള്ളൂ. കാരണം എല്ലൊക്കെ തലാഖ. ഇതുപോലെ അവൻ തലാഖിനെ വർദ്ധിപ്പിച്ചു ഈ ഷഹറിന്റെ ഇബ്തിദായിനോട്. ഈ മാസം തുടങ്ങിയാൽ നിനക്ക് തലാഖ് അവിടെ കഴിയും. ഔ ബിൻസിലാഖി മാ ഖബലഹു മുന്നേറ്റത് തീർന്നാൽ തലാഖ്. അവിടെ ഇബ്തിദാവ് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിഷമം സൃഷ്ടിക്കും. മാസത്തിന്റെ മധ്യം മുതൽക്ക് അടുത്ത മാസത്തിന്റെ മധ്യം വരെ എണ്ണനില്ല. മാസം പൊളിഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റൂല. മാസത്തിന്റെ ഇബ്തിദായിലാണെങ്കിൽ 29 30 ആയിക്കോട്ടെ, അത് നമ്മൾ നോക്കാൻ പാടില്ല. മാസം ഇന്ന് മാത്രമേ എണ്ണാൻ പറ്റൂ. അത് 29 ഉണ്ടാവും ചിലപ്പോ. അപ്പോൾ 3 29 87 ദിവസം കൊണ്ട് വെക്കും. ഫൈൻ തുല്യക്കത്ത് ഫി അസ്നാഇ ശഹരി ഫബഅദഹു ഹിലാലാനി. എടുക്കേണ്ട കൈഫിയത്ത് എങ്ങനെ? 2 മാസം നേരത്തെ തന്നെ കിട്ടുമല്ലോ. അത് പൊളിക്കാൻ പാടില്ല. അത് 29 പ്രകാരം 58, 30 പ്രകാരം 60, 1 29 1 30 പ്രകാരം 59. അത് മാസം കൊണ്ട് തന്നെ എടുക്കാം. ഈ പൊട്ടിയതിൻ്റെ കൂടെ കുറച്ച് കൂട്ടണം. 4-ാമത്തെ മാസത്തിൽ നിന്ന് 30 പൂർത്തിയാക്കണം. 29 മതിയാവില്ല. ഇതിൽ നിന്നും കൂട്ടുന്നത് കൊണ്ട് 30 വേണം. ഫുള്ളായിട്ട് ഒരു പാക്കേജ് കിട്ടുമ്പോഴേ 29 കൊണ്ട് മതിയാക്കുള്ളൂ. ഒരു കമ്മലുൽ അവ്വലു അൽ മുൻകസിറു വൈന ഖസ ആ മാസം 29 ഉള്ളൂ എങ്കിൽ നമുക്ക് 30 തന്നെ വേണം. അതുകൊണ്ട് 2 മാസങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ഒരു മാസം രൂപീകരിച്ചത്. കൊണ്ട് ഇതങ്ങനെ കുട്ടാക്കാൻ ഇതിൽ നിന്ന് എത്ര കിട്ടി നോക്കാൻ, പിന്നെ 2 മാസം പരിശുദ്ധമായിട്ട് എടുക്കാൻ. മാസം പിറവി കൊണ്ട് തന്നെ
പിന്നെ ഈ കിട്ടിയതിൻ്റെ കൂടെ കുറച്ച് കൂട്ടിയിട്ട് 30 ആക്കണം. 4 മാസത്തിൽ നിന്ന് ഈ മസല എതിരാണ്. മുമ്പ് പറഞ്ഞു 234 ഒരു മസാക്കിന്റെ 16 ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 30 വേണ്ട. അതുപോലത്തതല്ല ഇത്. അവിടെ മാസം കിട്ടല് മുറാദല്ല, ഒരു തുഹറും ഒരു ഹൈലും കിട്ടല. ഇനി 16 വേണ്ടു. അവിടെ പറഞ്ഞത് 16 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാസം ഒരു മാസം കിട്ടിയതായിട്ട് കൂട്ടി. 16 കുറവാണെങ്കിൽ അതെല്ലാം തള്ളിയിട്ട് ഇനിയും പുതിയ വേണം. അങ്ങനത്തെ അല്ല ഇത്. ഈ മസല മാറ്റമാണ് മാമറയോട് 234 മുത്തഹിറത്തിൽ 16 കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ രക്ഷപ്പെട്ടു. ഒരു മാസം കിട്ടിയ സ്ഥാനത്തായി. 16 കുറഞ്ഞാൽ യാതൊരു ഫലവുമില്ല. അതൊന്നും ഇടനടക്കൂല. പിന്നെ തക്മീല സമ മാസം തീർക്കുക എന്നത് ലായു ഹസിനൽ അറദ. ഒരു തുഹർ ഒരു ഹൈല് കിട്ടലേ അട മുറാദുള്ളൂ. അട മാസം തീർത്തതുകൊണ്ടെന്നില്ല. ഇവൾക്ക് മാസം തന്നെയാണ് നിയമം. കൊണ്ട് അവൾക്ക് ഹൈല് വന്നാലോ മാസത്തിന്റെ ഇടയിൽ എന്നാ കുറിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇതൊന്നും ഫലവത്തല്ല. ഇതുവരെ ഇരുന്നതെല്ലാം കൂടെ ഒന്നായിട്ട് മുട്ടുപറ്റുന്നു. ഇതെല്ലാം മർദ്ദൂതാക്കി ഇതിലേക്ക് തന്നെ തിരിച്ചു പോവാം. കുറി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മള് മാസം കൊണ്ടെടുത്തത്. കുറി വരാൻ തുടങ്ങിയില്ലേ? അല്ല, ഇവൾക്ക് പണ്ട് കിട്ടിയത് എണ്ണീം ചെയ്യില്ല, അതിലുണ്ടായിട്ടില്ലല്ല. കൂടാതെ വലം യത്തിമൽ ബദലു, ഇവിടെ ബദല് പൂർത്തിയായിട്ടില്ല. തീർന്നു കിട്ടിയില്ലെങ്കിലേ പുതുക്കണ്ട. ഇതുവരെ കിട്ടിയത് കണക്കാക്കപ്പെടൂല. ഒരു കുറുകായിട്ട് തീരെ വരാത്ത പെണ്ണിന് ആയിഷത്തായ പെണ്ണിനുണ്ടോ? തീരെ വരാത്ത പെണ്ണിന് മഹത്തവശുമിതമൈനി ആവട്ടെ കൊണ്ട് ആദ്യം കിട്ടിയത് ഉണ്ടാവില്ല. അത് 233 പറഞ്ഞില്ലേ? മഹത്തവശാവണം. ഇവിടെ മഹത്തവശായ ഇടയിൽ വെച്ച് ചോര കണ്ടാലെന്ന് പറഞ്ഞത് പുറത്തുപോയി. ഇത് എല്ലാം തീർന്ന ശേഷം പോലും, എല്ലാം തീർന്ന ശേഷം എന്ത് കാണും? ഊലാപ്പെണ്ണ് ഒന്നും ചെയ്യണ്ട. ഊലാപ്പെണ്ണ് ഒന്നും ചെയ്യേ വേണ്ട. അവളതെല്ലാം തീർന്ന് ഇനി അവൾക്ക് ഇത്ര സാധ്യമേ അല്ല. അതേ സമയത്ത് ആയിഷത്തിനെതിരായിട്ട് ആയിഷത്താണെന്ന് തോന്നിയിട്ടല്ലേ അമ്മ ഇരുന്നത്. നോക്കുമ്പോഴേക്ക് ഇവിടെ ആയിഷത്താ. ഓളെ കാര്യത്തിൽ രക്ഷയില്ല. ഇതിലേക്ക് തന്നെ തിരിച്ചു പോകണം. പക്ഷെ വിവാഹം ചെയ്തു പോയില്ലെങ്കിൽ പൊറുക്കപ്പെടും. ഇനി പുതിയ ഇത് ഇരിക്കണ്ട, കുറിയിലേക്ക് തിരിച്ചു പോകണ്ട. വിവാഹം ചെയ്തു പോയെങ്കിൽ ഇത് തീർന്നു എന്നതൊന്നും അവളുടെ കാര്യത്തിൽ വെച്ചല്ല. വിവാഹം ചെയ്തെങ്കിൽ പൊറുക്കപ്പെടും. പുതിയ ഭർത്താവിനെ ആട്ടി ഓടിക്കാതെ രക്ഷപ്പെടുത്താൻ. കമായത്തി 237 ഈ മസല മുഴുവൻ 237 വൈദത്തു അമത്തിൻ യാനി അംഫിയാലികുൻ ലം തഹിദ് ഔ യൈസത്ത് ബിശഹരിൻ മനിസ്മി 1.5 മാസം. കാരണം ഈ ഇൻകാനത്തെ വെളിയിലില്ല. ഇവിടെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലേ? 2 വേണം. 2 ബിഖിലാഫിൽ ഖദ്ഇ ഇദലാ യദ്ഹറു നിസ്ബുഹു ഇല്ലാ ബിദുഹൂരി കുല്ലിഹി ഫവന മിൻ ദിലാർ അബ്ദി തമി. അതുകൊണ്ടാണ് അവിടെ 2 കുറി വേണ്ടത്. ഫീ ഖൗലിൻ കാരണം എന്താ? കുറിയിനോട് ഒപ്പിക്കൽ നിർബന്ധമാണ് പോലും. എന്ത് വേണം? എന്നഹുമാ ബദലുൽ ഖുർഇനി വഫീ ഖൗലിൻ ഇദ്ദതുഹാ സലാസതു മിനൽ അസ്ൽ. ഇവൾക്കും കൂടി എത്രയാണ്? വറജാഹു ജമുൻ ലിഉമൂമിൽ ആയത്തി. ഖുർആൻ ആയത്തിൽ ഖുർറത്ത് അമത്ത് എന്ന് വേർതിരിച്ചിന. വല്ലാഹി യൈസ്ന മിനൽ മഹി. പെണ്ണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഫർവൻ അത്ലഖ ഫി റൗള, റൗളയിൽ ഇത്ലാഖാക്കി പറയുന്ന ഭ്രാന്തത്തി പെണ്ണ് 3 മാസം ധരിക്കട്ടെ.
അത് ഭ്രാന്തത്തിക്ക് അങ്ങനെ ഒരു കണക്ക്, ഭ്രാന്തത്തിക്കായിട്ടൊരു പ്രത്യേക വിധിയില്ല. നിലക്ക് പട്ടുള്ള പെണ്ണ് ഇപ്പോഴും 3 മാസം ഇരുന്നു റൗദയിലതാ പട്ടുള്ള പെണ്ണ് 3 മാസം ഇരിക്കാൻ പോകുന്നു. ഭട്ടോ ഭട്ടുകേടോ ഇവിടെ നോക്കിച്ച അവളുടെ ജമനില്ലായത് ആർക്കും അറിയില്ല. ഓള് പറഞ്ഞേരും ചെയ്യില്ല. അവിടെയാ പറഞ്ഞത്. അവളോട് ചോദിച്ചറിയാനും കഴിയില്ല. പുറത്തുള്ള അവളെ സംരക്ഷിക്കുന്ന ആൾക്ക് അറിയുന്നില്ലെങ്കിൽ ആ പറഞ്ഞത് അറിയാൻ സാധ്യതയില്ലല്ല. ഇത് അവളുടെ ഹൈദെങ്ങാനും അറിയപ്പെട്ട് കഴിഞ്ഞാലോ എന്താകണം? ദമ് മുറിഞ്ഞവൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി ഒരു കുറുവോ 2 കുറുവോ കിട്ടി, 3 കുറ് പൂർത്തിയാക്കാൻ വഴിയില്ല. കുറ് പൂർത്തിയാക്കാൻ വഴിയില്ല. എന്താ ചെയ്യല്? കുറ് പൂർത്തിയാക്കാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല. എന്നാൽ അത് 2 സെക്ഷനാക്കി തിരിക്കണം. റീസൺ കണ്ടെത്താം. ഇന്ന പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ചോര പുറത്തു വരാത്തത്. ചോര അകത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഭൂമി ലോകത്ത് എല്ലാ അക്വാലുകളും പറയുന്നു അവൾ ചികിത്സിച്ചു മാറ്റലല്ലാതെ വേറെ വഴി ഒരപ്പവും കൊടുക്കില്ല. ചോര അപ്പുറം കാണുന്നുണ്ടല്ലേ, മീൻകടത്തിൽ വാഹനം നിർത്തിയ പോലെ. പിന്നെ അവൾക്ക് ഇങ്ങനെ മാസം ഒന്നും ഒരപ്പവും ഇല്ലാന്നാണ് എല്ലാ ഇമാമികളും ഇല്ലത്ത് കണ്ടെത്തപ്പെട്ട പള്ളി ഇല്ലത്ത് കാണുന്നുണ്ട്. വില കൊടുക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവർ അടയാളപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും വഴിയില്ല. അപ്പൊ ഒന്നുമില്ല. അഫ് മുഴുവനുള്ളത് ഇല്ലത്ത് കണ്ടെത്താത്ത പള്ളി. അവളെന്തിനാ ഇത്രയും കാലം കഴിച്ചു കൂട്ടുന്നത്? അവിടെ കുറേ അങ്ങനെയല്ല. അവൾ 3 മാസം മതി. അവള് ആയിഷത്തിന്റെ മക്കാമിലെത്തി 3 മാസം. ലോകം മാറൂല എന്ന് തോന്നിപ്പോയാൽ അന്നും രോഗം മാറാം. ഏത് രോഗവും മാറുന്നത് തന്നെയാണ്. അതുകൊണ്ട് ചികിത്സിച്ച് മാറ്റലല്ലാണ്ട് എത്ര 48 കൊല്ലം ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ ഒന്നും അവളുടെ കാര്യത്തിലില്ല. കാരണം മാസം കൊണ്ട് ഇരിക്കേണ്ട പെണ്ണല്ല അവള്. രക്തം അപ്പുറത്തുണ്ടല്ലോ. തസ്ബീറു അങ്ങനെ കുറുകൊണ്ട് തന്നെ ഇരിക്കും. അതും ആകുന്നില്ലെങ്കിൽ യസിന്റെ മക്കാമിലേക്ക് എത്തിക്കും. എന്നിട്ടും ആകുന്നില്ലെങ്കിൽ 62ലേക്ക് മുട്ടിക്ക്. 62ലേക്ക് മുട്ടിയപാട് 3 മാസം ഇരുന്നാൽ മതി. അപ്പൊ 62 കാലി 14 വയസ്സിൽ നിലച്ചതാവും. 48 കൊല്ലായി. ഇനിയിപ്പോ കർഷി പറഞ്ഞില്ലേ, കാലഘട്ടം നീണ്ട് ഇനി എന്ത് എപ്പോഴാണ് അങ്ങനെ കഴിക്കലിരുന്ന കഴിക്കേ വേണ്ട. രക്തം കിട്ടുമെങ്കിൽ എങ്ങനെ കിട്ടിക്ക്? എന്നാ യൗസൊന്നും ഞമ്മ നോക്കണ്ട. കിട്ടുന്നേ ഇല്ലെങ്കിൽ യൗസിലേക്ക് അഭയം പ്രാപിക്കും. 62 വയസ്സ് കാമിലാവട്ടെ. അന്നേരം ആയുഷത്ത് എന്ന പേര് പറഞ്ഞിട്ട് തൈക്കൊള്ളും. വേറെ ഒരു നിവൃത്തിയും അള്ളാഹു പഠിച്ചിട്ടേ ഇല്ല എന്നാണ്. തോലത്തിൽ മുത്ത തോല നിറവുക. ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഒരു മുറുതി വന്നൊരു സങ്കടം പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് അയൽ വരുന്ന വണ്ണാന്ന് ഇന്നലെ മുതൽ വരുന്നില്ല, ചെക്കാക്കി. അപ്പൊ കുഞ്ഞിക്കുമായ കൊടുക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകാത്തത്. അതിൽ ഇത്രയും ക്ഷാമം. അന്നേരം ഒന്നും ഹക്കീരിയായിട്ട് ഉറുകെടുക്കലല്ലാണ്ട് വേറെ വഴിയേ ഇല്ല എന്നാണ്.
റീസൺ കണ്ടെത്തിയല്ലോ, ഇനി അത് റിമൂവൽ ചെയ്യാനുള്ള പണിയെടുത്തോണ്ട് ഇയാൾക്ക് റിപ്പോർട്ട് ചെയ്തത് സുനനിൽ ഖുറൈലി മുഹമ്മദ് ബിൻ അയ്യമിന് മുവത്തയിലുണ്ടല്ലോ ഇത് ജുവൈനിമാ പറഞ്ഞത് കല്ലി ജുമാമിനെ സഹാബത്തിൽ ഇജ്മാണ്, അങ്ങനെ താബീങ്ങളും ഇജ്മായ താബീങ്ങളും ഇല്ലത്ത് കണ്ടെത്തിയാൽ ഇല്ലത്തിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല എന്നാണ്. പിന്നെ രക്ഷപ്പെടണമെങ്കിൽ 62 വയസ്സ് മുട്ടണം. അന്നേരം ആയുഷത്ത് നിന്ന് പേര് പറഞ്ഞിട്ട് എന്താക്കാം, പിന്നെ അതിന് പ്രകൃതി കൊണ്ട് വരൂല. അവൻ കത്തായ ലാലില്യത്തിന്റെ ഉറപ്പു ഇതാണ്. എന്നാലും അവിടെ ജദീദായ കൗലി തന്നെയാണ്. ജദീദായ കൗലി അനുസരിച്ച് മാറ്റമൊന്നുമില്ല. ഇനി ഇവർക്കെല്ലാം മരുന്ന് ഉപയോഗിച്ചിട്ട് കണ്ടമാനം ആർത്തവം വരുത്തിക്കൂടെ? 9 വയസ്സ് പ്രായാവലേ ശർത്തുള്ളൂ. അതിലുണ്ടാകുന്ന പ്രായത്തിലെത്തിയ ഏത് പെണ്ണിനും മരുന്ന് ഉപയോഗിച്ചിട്ട് എന്താക്കാം, വരുത്തിക്കാം. ഇനി വന്ന പെണ്ണിന് തന്നെ ഡബിൾ സ്പീഡാക്കിക്കൂടെ? 1 മാസത്തിലെ അയല് വരുന്ന പെണ്ണാണ്, അത് 20 ദിവസം കൂടിയാലേ അയല് വരണം. ഡബിൾ സ്പീഡ് കിട്ടാൻ, രക്തം ചാടിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് രക്തം തുള്ളിച്ചൂടെയാണ്. വലിഹാദിഹി ഈ പെണ്ണിന് പെണ്ണിന് അല്ല അടുത്തേക്ക് മുടക്കാൻ വിടാം. ഈ മനിയും കത്തേത് പോകാന്ന് മാത്രം ലീല്ലത്തിന്റെ ഔലാലീല്ലത്തി ഒന്നും കൂട്ടല്ല. അത് ഡേഞ്ചർ. തോല മുറിഞ്ഞ എല്ലാ പെണ്ണിനും. അതുപോലെ വമല്ലം തൈൽ അസ്ലൻ വൈലം തൗലു 15 സന ഇസ്തിജാലുൽ ഹൈൽ ബിദവായി. അന്നേരം ഹൈലുകാരിയുടെ അഹ്കാമെല്ലാം തിരിച്ചു വരില്ലേ? ഇത് ഹറാമായ പണിയാണോ? ശുദ്ധീകരണത്തിന്റെ പണി. അർത്ഥം പോയത്ര നല്ലതല്ലേ? വയറിളക്കിയല്ലേ? ഒരു മോശപ്പെട്ട പണിയേ അല്ലാന്ന് കിതാബു സ്വലാ നമസ്കാരത്തിൽ പറയുന്ന അധ്യായം 1-ാം ജുസിയിലുണ്ട്. വലാ സ്വലാത്ത അലാ ഹൈദി. ഹൈലുകാരിക്ക് എന്തില്ല? അവള് ധൃതി കാട്ടിയാലും ശരി. ധൃതി കാട്ടീനെങ്ങനെ? മരുന്ന് കഴിച്ചിട്ട് മരുന്നും പൊടിയും പാലത്തുനിന്നിട്ടാണ് എന്താക്കിയത്. ഹൈദ് വെത്തിച്ചോട്ട് അങ്ങനെ തന്നെയല്ലേ വണ്ടി 1446 പറയും. അവള് ഹൈലുകാരിയല്ല, അവൾ ഡ്യൂപ്ലിക്കേറ്റ് ഹൈലാണ് എത്തിച്ചെന്ന് പറയില്ല. ഹൈലുകളെ സ്റ്റോക്ക് ചെയ്തിട്ട് ഇവിടെ ബാങ്കാക്കി വെക്കണം അങ്ങനെ നിയമം ഉണ്ടാ? ഹൈലിന്റെ പട്ടി ഇങ്ങനെ തീർത്തോട്ടെ. നമുക്ക് 237 പറഞ്ഞില്ലേ? പിന്നെ പ്രായപൂർത്തിയാക്കാൻ പാടില്ല, നമ്മളുടെ പ്രവൃത്തി കൊണ്ടുണ്ടല്ലോ. പ്രായപൂർത്തി ആയതായിട്ട് കൂട്ടും, പക്ഷെ പ്രായപൂർത്തി ആക്കൽ ഹറാം. അതേതാണ്? പുരുഷന്മാർ ഇസ്തിംനാ നടത്തൽ. വയസ്സ് തയ്യാതെ ചെക്കന് ഇസ്തിംനാ നടത്തിയിട്ട് എന്താക്കുന്നു? പ്രായപൂർത്തി തന്നെ ഹറാം. അതാണ് ഹറാം. ഹൈല് വർത്തിച്ച് കളയരുതല്ല. ഇനി ഹൈല് തടഞ്ഞു നിർത്തിയും ചെയ്തൂടെ? ഹൈല് വരുന്ന പെണ്ണിന് തന്നെ ഹൈലൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നിർത്തലില്ല. അതിനെന്ന് പറഞ്ഞേ ഗായത്ത് തൽഹീസിൽ മുറാദ് പൊടി ഭസ്മം കൊടുത്തിട്ട് ഹൈല് നിർത്തിക്കല്. മക്കയിൽ താമസിക്കുന്ന ആളുണ്ടല്ലോ, എപ്പാർത്തവൻ വരത്ത് ഇന്ന് രാത്രി വരൂല, വരേയൂല, അമർത്തിക്കളയെ. ഗായത്തു തൽഹീസിൽ മുറാദ് അതാ എടുക്ക്. ഇബ്നു സിയാദിന്റെ ഫത്വയാണത്. ഖാലൽ ഖമാത്ത്, അല്ലാമ ഖമാത്ത് പറയുന്നു. ശരി, ഞാൻ എല്ലാം നോക്കി പഠിക്കല്ല. എന്താണ് 247 പറയുന്നു. ഹൈന്ന് വരുന്ന പെണ്ണിന് വെറുതെ ഹൈന്ന് നിർത്താൻ പറ്റോ? അല്ല ഹാജത്ത് വേണ്ടതുണ്ടോ? ചോദ്യം.
കമാത്തിമാവ് പറയുന്നു ഒന്നും ഒരു കാരണവും വേണ്ട, ഹൈല് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ വയറ്റിൽ തന്നെ അമർത്തിക്കോളി. ഈ വിസർജിക്കാൻ മുട്ടിയ ആളുണ്ടല്ല, ഒരു മുറി പോകാൻ പഠിച്ചിട്ട് വയറ്റിൽ അമർത്തുന്നില്ലേ, അമർത്തിക്കോ, നമുക്കെന്ത്, ഒന്നും ഒരു കാരണവുമില്ല. കമാത്ത് പറയുന്നു ജവാദുസ്ലൈമാലി ദവായി ലിമന്നിൽ ഹൈലി 247 ഇബ്നു സിയാദിന്റെ ഫത്താവയാണ്. കണ്ടാ വസമു ഇരിയന്റെ അട്ടത്ത് ഫത്താവ ഇബ്നു സിയാദ് വായത്ത് തൽഖീസിൽ മുറാദ് വസമു അന്നിസ്തിജാല തക്ലീഫി മംനൂൻ. പരിശ്രമം കൊണ്ട് തക്ലീഫ് വർത്തിക്കാൻ പാടില്ല എന്നത് മംനുവാണ്. അത് പുരുഷന്മാർക്കേ ഉള്ളൂ. കദീമായ കൗലിന് കാരണം ഇവൾക്ക് ഇല്ലത്തില്ലല്ലോ, ഇനി എത്ര കാത്തു നിന്നിട്ടും ഫലയില്ല. അതുകൊണ്ട് കദീമ് നല്ലോണം സഹായിക്കുന്നുണ്ട്. മറ്റ് മദ്ഹബുണ്ട് വേണ്ട പോലെ ഇത് പിടിച്ചിട്ട് അമർത്തില്ല. മദ്ഹബ് മാലിക് അഹമ്മദ് 9 മാസം കാത്തു നിൽക്കാം, 3 മാസം എത്തി ഒരു കൊല്ലം. കാരണം ഗർഭം തിരിച്ച് പ്രസവിക്കുമ്പോഴൊക്കെ ഒരു കൊല്ലം. അതുകൊണ്ട് അതിനപ്പുറം കാത്തു നിൽക്കേ വേണ്ട. ഇല്ലത്ത് അറിയപ്പെടാതെ വണ്ണിന് കാത്തു നിന്നിട്ട് ഫലയില്ലാതെ അവിടെ കാത്തു നിന്നാ ഫലമുണ്ട്. ഇടുണ്ടോ? ഷാഫി ഇമാം അതിന് തെളിവ് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, മുഹാജിരിങ്ങൾക്കും അൻസാരിങ്ങൾക്കും ഇടയിൽ ഇൻകാർ വന്നോ? മാലിക് ഇമാം മുവത്തയിൽ വേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്, ബൈഹഖി പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, സയ്യിദ് ഇബ്നു മുസയ്യിബ് അവതരിപ്പിച്ചിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബിനെ തൊട്ട്. അബിൻ തമ്മാം ഇഖ്താറഹു അൽ-മുൽഖിനിയ്യും അല്ലാമത്തു ദുനിയ അൽ-മുൽഖിനി പറയുന്നടാ ഖദീമായ മദ്ഹബ് എടുത്തിട്ട് അമൽ ചെയ്യും. അത് കാലഘട്ടം തീർക്കട്ടാണ്. ഈ 2ാം സെക്ഷനുള്ള പണി. ആദ്യത്തിൽ അജ്മഅൽ അയിമത്തു വൽ ഉമ്മത്തു അലാ അന്നഹു ലാ സബീല ലഹാ ഇല്ല തറബുസു. ഇതേതാ പണ്ണ്? ഇല്ലത്തില്ലാണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിയാലാവോ? ഒരു കിലോ ഇത്രയും വേണ്ട പോലും. ടോട്ടൽ 9 മാസം. അതിൽ 3 മാസം ഇദ്ദയും 6 മാസം കാത്തിരിക്കൽ പോലും. അത് ഇതിനേക്കാണ് ചപ്പക്കൗല. അത് മാലിക് ഇമാമ് അഹ്മദ് ബിൻ ഹംബൽ ഒന്നും എടുക്കുന്നില്ല. ഇത് എന്നാ കുറഞ്ഞില്ലേ? ഇത് ഗാലിബുൽ ഹംലല്ലേ എടുക്കേണ്ടത്, അഖലുൽ ഹംല എടുത്താൽ മതി എന്നാ പറയും. അപ്പൊ ടോട്ടൽ 9 ആയി. അപ്പൊ എത്ര കുറഞ്ഞു കിട്ടി? ടോട്ടൽ 9 പോലും. അല്ലാമ ബാരിസി അങ്ങനെ പറയും. ഒരു കൗലിൽ പറയുന്ന അങ്ങനെയൊന്നും അല്ലാന്ന്. 4 കൊല്ലം കാത്തു നിൽക്കാം, 3 മാസം ഇത് 4 കാലാന്ന് പോലും. ഖദീമായ കൗലന്നെ വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട്. ഖദീമായ കൗലെന്താ പറഞ്ഞ ഹംലിന്റെ കാലഘട്ടം കാത്തു നിൽക്ക്, എന്നിട്ട് നിങ്ങൾ ഇദ്ദേഹം ഇരുന്ന് എണീച്ചോ. അതിനെ പണ്ഡിതന്മാർ 3 ഗ്രൂപ്പായി അന്നേരം തന്നെ. അഖ്സായത്തുൽ ഹംല ഇമാമ് പറഞ്ഞത് ഇമാമിനോട് തന്നെ പോയിക്കേണ്ടതല്ല. എന്നാൽ ഹംലിന്റെ കാലഘട്ടം നിങ്ങൾ കാത്തു നിൽക്ക്, പിന്നെ 3 മാസം ഇതായിരുന്നോന്നാ പറഞ്ഞത്. അവിടെ 3 ബാച്ചായി തീർന്നു പണ്ഡിതന്മാർ. ഇങ്ങനെ 3 അതല്ലോ 9 3 ആലിബാന്നാ പറഞ്ഞതിന്റെ മുറാദ്. അങ്ങനെ 9 3 അക്കല്ലാണാ പറഞ്ഞത്, അക്സറാണാ പറഞ്ഞത്. എന്താവും? 4 കാലായില്ലേ അക്സറാകുമ്പോ. എന്നെ അക്സർ മുദ്ദത്തില്ലാം ലീനാണ് ഫതുയക്കൽ ബറാഅത്തുർ റഹീം. എന്നിട്ട് സുമ്മയില്ലം യൽറാമിലും ഏത് കൗലി 9 മാസം ഇരുന്നാലും 6 മാസം ഇരുന്നാലും ഹംലി വരുന്നുണ്ടെങ്കിൽ തഅത്തദുബിൽ അശ്ഹുരി 3 മാസം. ഹംലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംലി തീർന്നവരെ ഇനി നിൽക്കണം. കമാ തഅത്തദുബിൽ അക്റായി മാതേ കുലി ബറാഅത്തിഹ. ഉറപ്പായാലും 3 മാസം വരെ നിൽക്കണം. ഉറപ്പായവരുടെ നോക്കൂല. ഉറപ്പായ വെണ്ണു ഇത് ഇരിക്കുന്നുണ്ടല്ല. എത്ര